അങ്ങനെ മോളെ ഞാൻ വീട്ടിലാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ ഡ്യൂട്ടീൻ്റെ കൂടെ തന്നെ രാവിലെ തന്നെ ഞാൻ മോളോട് പറഞ്ഞു, എനിക്ക് വീട്ടിൽ പോകണമെങ്കിൽ വേഗം എണീറ്റോ, അന്നെ ഞാൻ ബസ് കയറ്റി വിടാം എന്ന് പറഞ്ഞ് ഞാൻ ഓളെയും കൊണ്ട് പോകാനുള്ള ഒരുക്കത്തിലാണ്. അത്യാവശ്യം നല്ല മഴയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ചിലപ്പം കാലാവസ്ഥ മാറാൻ ചാൻസ് ഉണ്ട്, അങ്ങനെയാണല്ലോ. അപ്പോൾ എന്തായാലും ശനി ഞായറൊക്കെ ഡ്രോയിങ്ങിൻ്റെ ക്ലാസ് ഉണ്ട്. അപ്പോൾ അത് ഇല്ലയെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഓളെ വീട്ടിലേക്ക് ആക്കുകയാണ്. അവളൊറ്റയ്ക്കാണ് കേട്ടോ പോകണത്. അപ്പോൾ എന്തായാലും ആ പോക്കും ഞങ്ങൾ ഫോട്ടോസും കാര്യങ്ങളൊന്നും എടുക്കാൻ കിട്ടിയിട്ടില്ല, കാരണം നേരം വഴുകിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. പെട്ടെന്ന് രാവിലെയാണ് മെസ്സേജ് കണ്ടത് ക്ലാസ് ഇല്ല എന്നുള്ളത്. അപ്പം അങ്ങനെ അതുകൊണ്ട് ഷടപടേന്നായി പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ കാര്യങ്ങളൊക്കെ ഒരുക്കി ഞാൻ മോളെ ബസ്സും കാര്യങ്ങളൊക്കെ കയറ്റി വിട്ട ശേഷം പിന്നെ ഞാൻ ചായ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ വീട്ടിൽ. അപ്പോൾ അന്ന് നേർച്ചയുണ്ട്. അപ്പോൾ പിന്നെ വീട്ടിൽ ഫുഡ് വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, മോള് പോവുമല്ലേ. അപ്പോൾ നേർച്ച ചോറ് ഉണ്ടാവും, കൊണ്ടുവരും ഇളയച്ചനൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചായ ഒന്നും കുടിക്കാതെ പോകുന്നത്. പിന്നെ ഞാൻ ഡ്യൂട്ടി ചെയ്യുന്ന ആ ഒരു സ്ഥലത്ത് തന്നെ ചായയും കടിയുണ്ട്. അവിടെ ചെറിയൊരു ഇതുണ്ട്, ചായപ്പീടിയ. അപ്പോൾ അവിടെ കയറി ഒരു ചായയും ഒരു ഉണ്ടയൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പം നമ്മുടെ ഓർഡർ ചെയ്ത് നമ്മളെ ഉണ്ടയും ചായയൊക്കെ വന്ന് ചായയൊക്കെ കുടിക്കട്ടെ കേട്ടോ. ആദ്യമായിട്ടാണ് പുറത്തുനിന്ന് ചായയൊക്കെ കുടിക്കുന്നത്. അപ്പോൾ അതും വേണ്ട നമ്മളൊന്ന് ആസ്വദിക്കുക. അങ്ങനെ ചായയുടെ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ പോയത് നേരെ നമ്മുടെ വീട്ടിലോട്ടാണ്. അപ്പോൾ നമ്മുടെ സൂര്യനൊക്കെ ദാ അങ്ങനെ പൊന്തിയും താഴ്ന്നും അസ്തമിക്കാനായി നിൽക്കുകയാണ് കേട്ടോ മൂപ്പര്. അപ്പം അങ്ങനെ ഞാൻ ഒരു കുറുക്ക് വഴിയിലൂടെയാണ് പോകുന്നത്. അപ്പോൾ അതുകൂടെ നേരെ റോഡിന് പോവാം, പക്ഷേ ഞാൻ ഇതിലങ്ങനെ പോയ ഷോർട്ടുണ്ട്. അപ്പോൾ ആ ഷോർട്ട് കയറി പോവാമെന്ന് വെച്ച് പോവുകയാണ്. ചെക്കനെ കണ്ട് കുറേ ദിവസമായിരുന്നു, ഫോണിൽ കൂടെ അങ്ങനെ വിളിക്കുന്നല്ലാതെ ഞാൻ പറഞ്ഞില്ലേ മാർച്ച് 30 വന്നതാണ്. പിന്നെ അവിടെ ഒരു കുടിയിരിക്കലുണ്ടായപ്പോൾ അങ്ങനെ ഒന്ന് തലാട്ടി പോന്നവന് ഒരു ദിവസം നിന്നിട്ട് അവൻ പോന്നു. പിന്നെ ഞാനിങ്ങനെ പോകുന്നതുകൊണ്ട് പിന്നെ അവനവിടെ നിർത്താനും പറ്റില്ലല്ലോ, മോളാകുമ്പോൾ പിന്നെ കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ പണ്ടൊക്കെ നമുക്ക് ഈ ഊടുവഴിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ, ഇപ്പോൾ ഇതൊന്നും ആർക്കും അങ്ങനെ അറിയൂല. അപ്പോൾ അറിയണവർക്കൊന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ വീട്ടിലൊക്കെ എത്തി. ഞാൻ വീട്ടിലൊക്കെ ഇരുന്നിങ്ങനെ വെറുതെ ഇരുന്നിങ്ങനെ ചായയും കുടിക്കുകയാണ്. കണ്ടോ, വീട്ടിലത്തെ പണികളൊക്കെ ഇത്രയും കഴിഞ്ഞിട്ടുണ്ട്. ഫില്ലറുമുള്ള വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, ടൈലും പണി ഇത്രയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മൊത്തം ടൈൽ വർക്കും കഴിഞ്ഞിട്ടുണ്ട്, ഇനി ഫില്ലറും ഇടാനുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് 2 ദിവസം കഴിഞ്ഞാൽ ആൾ വരും. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി വേസ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവയ്ക്കാനുണ്ട്. പിന്നെ ആ മുന്നത്തെ കല്ലുകൾ അവിടുന്ന് മാറ്റണം. അങ്ങനെ കുറേ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പിറ്റേ ദിവസത്തെ കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ രാവിലെ ചെക്കൻ അതവിടെ കിടക്കണ്, ഞാനും ചെക്കനും ഒരിടത്താണ് കിടന്നത്. പിന്നെ ഞാൻ പോയി നമ്മളെ നായക്കുട്ടികളൊക്കെ ഒന്ന് നോക്കി. ഇതാണ് നമ്മളെ റോക്കിക്കുട്ടൻ്റെ വീണ്ടും പഴയ കൂട്ട് തന്നെ ആയിട്ട് അവന് പുതിയ കൂടൊക്കെ ഉണ്ടാക്കിയിരുന്നു. പക്ഷേ ആ പുതിയ കൂട്ടിൽ വേറൊരാളാണ്, കണ്ടോ, മിക്കോ. അവൻ്റെ പേരാണ് മിക്കോ. ഇപ്പോൾ ഇവനാണ് ഈ കൂടിൽ വാഴുന്നത്. പാവം ഞങ്ങളെ കുട്ടി പിന്നെയും തെങ്ങുമ്പോൾ തന്നെ, അതായത് ശങ്കരൻ പറ്റി പിന്നെയും തെങ്ങുമ്പോൾ തന്നെ എന്നുള്ളൊരു ഇതില്ലേ, അതേപോലെ കേട്ടോ. അപ്പം അങ്ങനെയാണ് ഞങ്ങളെ കഥകൾ. ഇത് പിന്നെ അനിയന് ഹണ്ടിങ്ങിനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ കൊണ്ടുവന്ന ചെങ്ങയ്യാണ്. അപ്പോൾ മൂപ്പരവിടെ നടക്കുന്നുണ്ട്, ഞാനതൊക്കെ ജസ്റ്റ് വീഡിയോ എടുക്കുന്നുണ്ട്. മറ്റവന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതായിരുന്നു കൂട്, പക്ഷെ ആട് കയ്യേറി, എന്താ ചെയ്യുക. അപ്പം അങ്ങനെ രാവിലെ ഞാൻ കണ്ടില്ലേ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്ത് പോകണ്ടല്ലേ, ഇത്രയും മത്തൻ്റെ ഇല ഉണ്ട്. ആ ഒരു തൊടി മൊത്തം മത്തൻ്റെ ഇല കേട്ടോ. എത്രങ്ങാനാണെന്നോ വിറ്റ അത്രയും പൈസ കിട്ടും. വെറുതെ നശിച്ചങ്ങനെ പോവുക, ആർക്കും വേണ്ട. ഞാനിട്ട് ചെല്ലുമ്പോൾ മാത്രം ഇതൊക്കെ ഒന്ന് വെക്കുള്ളൂ കേട്ടോ. വീട്ടിലാർക്കും വേണ്ട, അവർക്കൊക്കെ ഇറച്ചി മീൻ അങ്ങനെ. അപ്പോൾ ആർക്കെങ്കിലും മത്തൻ്റെ ഇല വേണോ, ഞാൻ അയച്ചുതരാം, പറയാം. ആർക്കെങ്കിലും ആണെങ്കിൽ ഒന്ന് പറഞ്ഞോളി, ഞാൻ അയച്ചാൽ. അത്രയ്ക്കല്ലേ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ രാവിലത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ട് ഞാൻ വീണ്ടും എൻ്റെ വീട്ടിൽ നിന്ന് ഡ്യൂട്ടിക്ക് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബസ്സിലൊക്കെ കയറി ഞാൻ അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഒരു റോഡ് പണി ആയതുകൊണ്ട് ഒരു കാട് വഴിയിലൂടെയാണ് ഇപ്പോൾ ബസ് പോകുന്നത് കേട്ടോ. പാലം പണി നടക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ഒരു ചെറിയ വഴിയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളൊരു പോക്കാണ്. അങ്ങനെ പിന്നെ നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് പോരൽ തുടങ്ങി കേട്ടോ. ഇത് പോരുന്നതാണ്, വീട്ടിലേക്ക് തിരിച്ച് പോരുന്നതാണ്. ഞാനങ്ങനെ ഫുള്ളും കാര്യങ്ങളൊന്നും എടുക്കൂല. എന്താ അപ്പോൾ നമുക്ക് എല്ലാ മഴയും കാര്യങ്ങളൊന്നും ആകുമ്പോൾ അങ്ങനെ എടുക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ പിന്നെ ടൈമും ഉണ്ടാവില്ല. അങ്ങനെ ഓടിപ്പാഞ്ഞുള്ള പോരലാവും. അപ്പം അങ്ങനെ നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പം ഞാൻ അവിടെ ചെന്ന് കുഞ്ഞാക്കാൻ്റെ പീടിയിൽ നിന്ന് ലൈസൊക്കെ വാങ്ങി, വെറുതെ ഒരു രസം കേട്ടോ. നമ്മൾ കുഞ്ഞാക്ക അവിടെ ഇരിക്കുന്നുണ്ട്, ഞാനിവിടെ അപ്പുറത്ത് ലൈസൊക്കെ വാങ്ങി അങ്ങനെ ഇരിക്കുന്നുണ്ട്. അത് തിന്നിട്ട് പോകാമെന്നുള്ളതിലാട്ടോ. വീട്ടിലെത്തി ചിലപ്പോൾ എനിക്ക് അതും കിട്ടൂല.
അങ്ങനെയാണ്. മക്കളും ഉണ്ട്, ഏട്ടൻ്റെ കുട്ടിയും നാത്തൂനും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കിട്ടൂല. അപ്പം ഞാൻ തിന്നാലും ഞാൻ ഇവിടെ നിന്ന് തിന്നിട്ടാണ് പോണത് കേട്ടോ. ഇനിയിപ്പോൾ അതിലാരും കുറ്റം പറയൊന്നും വേണ്ട, അതങ്ങനെയാണ്. അപ്പോൾ ഞാൻ എന്തായാലും അതൊക്കെ തിന്ന് കഴിഞ്ഞ് ഞാൻ പിന്നെ കുടയൊക്കെ ഉണ്ടല്ലോ, അപ്പം അങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ നടന്നൊക്കെ പോവാമെന്ന് വെച്ചു. നല്ല മഴ ചെയ്ത് അത്യാവശ്യം നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് മഴയുടെ ഊക്ക് കുറഞ്ഞപ്പോഴാണ് ഞാൻ ഇറങ്ങിയത്. അല്ലെങ്കിൽ പിന്നെ കുട ഉണ്ടായിട്ടും കാര്യമില്ല, നമ്മളെന്തായാലും നനയും. കണ്ടോ, ഇത്രയും നല്ല രീതിയിൽ വെള്ളം വരുന്നുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ വരട്ടെ, മഴക്കാലമല്ലേ, ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുക. അപ്പം അങ്ങനെ വീട്ടിലെത്തി നമുക്കൊക്കെ ലേസും കാര്യങ്ങളൊക്കെ കൊടുത്ത് വേറൊന്നും മേടിക്കാനാണ് കരുതിയത്, പക്ഷേ പിന്നെ എന്നിട്ട് മേടിച്ച്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ.